അബ്ദുല്ലാഹി ഇബ്നു സൈദ് എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്, ചില്ലറക്കാരനല്ല. ബാങ്കിന്റെ ലഫ്ള് സ്വപ്നം കണ്ടത് അബ്ദുല്ലാഹി ഇബ്നു സൈദ് തങ്ങളാണ്. റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ, ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ ചില ലഫ്ളുകൾ കണ്ടു, നിസ്കരിക്കാൻ വേണ്ടി ഇത് വിളിക്കലാണ് നല്ലതെന്നാണ് ഞാൻ സ്വപ്നം കണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു, ഒന്ന് കേൾക്കട്ടെ അബ്ദുല്ലാഹി ഇബ്നു സൈദ് സ്വപ്നത്തിൽ കണ്ട ലഫ്ളുകൾ മുഴുവനും അല്ലാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ അങ്ങ് ചൊല്ലിയപ്പോ അവിടെന്ന് പറഞ്ഞു, നന്നായിരിക്കുന്നു അബ്ദുല്ലാഹ്, ഇനി മുതൽ നിസ്കാരത്തിന്റെ വിളി അങ്ങനെയാണ്. ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലേ, മദീനത്തെ പള്ളിയുടെ മച്ചിന്റെ മുകളിൽ കയറി ഇനി നിസ്കാരത്തിന് വിളിക്കേണ്ട ലഫ്ള് ഇതാണ് ബിലാലേ. ആ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി വഫാത്തായി എന്ന വിവരം ആ മഹാൻ അറിയുന്നത് എപ്പോഴാണെന്നറിയോ? തന്റെ ഈത്തപ്പന തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. മഹാനവർകൾ ഇങ്ങനെ ഈത്തപ്പന നനച്ചുകൊണ്ടിരിക്കുമ്പോ മോൻ വന്നിട്ട് വിളിച്ചു, ഉപ്പാ, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി അങ്ങ് കേൾക്കലോടുകൂടെ താൻ തോട്ടം നനച്ചുകൊണ്ടിരുന്ന വെള്ളത്തിന്റെ പാത്രം നിലത്തവിടിട്ടിട്ട് രണ്ട് കൈയും ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ ആണ്. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു സൈദിന്റെ ദുആ? അല്ലാഹുമ്മ അഅ്മിനി, അല്ലാഹുമ്മ അഅ്മിനി فلا أرى شيئا بعد حبيبي حتى ألقى حبيبي. اللهم أعمني, പടച്ചോനെ, എന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങെടുത്തുകള റബ്ബേ, എനിക്ക് എന്റെ കണ്ണിന് കാഴ്ച വേണ്ട റബ്ബേ. ഫലാ അറാ ശൈഅൻ ബഅദ ഹബീബി, എന്റെ മുത്തുനബിയെ കണ്ട കണ്ണുകൊണ്ട് ഇനി എനിക്കൊന്നും കാണണ്ട റബ്ബേ, ഇനി എനിക്കൊന്നും കാണണ്ട. നാളെ ഖിയാമത്ത് നാളിൽ എന്റെ മുത്തുനബി വരൂലേ അവിടെ, ആ നബി തങ്ങൾ വരുമ്പോഴേ ഇനി എനിക്ക് എന്റെ കണ്ണിന് കാഴ്ച വേണ്ടൂ റബ്ബേ. ഈ സെക്കൻഡിൽ ഇവിടെ വെച്ചുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങെടുത്തുകള റബ്ബേ. ഇമാം ഖുർത്തുബി തങ്ങൾ സൂറത്തുൻ നിസായിലെ 69-ാം ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഈ സംഭവം പറയുന്നു. ഞാൻ കെട്ടുകട പറയുകയല്ല. ആ സെക്കൻഡിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദിന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങെടുക്കപ്പെട്ടു പോയി. അങ്ങനെ അവർ മഹബത്ത് വെച്ചത്, അങ്ങനെയാണ് അവരിഷ്ടം വെച്ചത്.